ചാലക്കുടി വെട്ടിക്കുഴിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന്റെ മതിൽ തകർത്തു. ഇന്ന് രാവിലെ 8 മണിക്കാണ് കാട്ടാന ഇറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചു കാട്ടാനയെ കാടുകയറ്റി. അഖിൽ കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. അഖിൽ, ഇത് ആദ്യമായിട്ടാണോ ഈ വെട്ടിക്കുഴിയിൽ കാട്ടാന ഇറങ്ങുന്നത്? നിഷാദ, ഈ മേഖല അതിരപ്പള്ളി പ്രദേശത്തൊക്കെ തന്നെ, അതായത് ഈ മേഖലകളിലൊക്കെ തന്നെ ഈ ആനകൾ ഇറങ്ങുന്നത് പതിവാണ് എന്നുള്ളതാണ്. പണ്ട് രാത്രികാലങ്ങളിലാണെങ്കിൽ പോലും ഇപ്പോൾ പകൽ സമയങ്ങളിൽ അതിരപ്പള്ളിയുടെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നിരന്തരമായി ആന ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഈ വാഗപ്പറമ്പ് ജേക്കബിന്റെ വീടിന്റെ ഗേറ്റാണ് ഈ ആന തട്ടി തുറന്ന് തെറിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ആ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വലിയ ഭീതിയാണ് ജനങ്ങളെ സംബന്ധിച്ചോളം ഉള്ളത്. കാരണം അവർ പറയുന്നത് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആനകൾ ഇവിടെയുണ്ട്. ഈ അതിരപ്പള്ളി വനത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആനകളുണ്ട്. അതാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ റോഡിലൂടെ ഒരു അവശത നേരിടുന്ന, അതായത് പ്രായാധിക്യം കൊണ്ട് അവശത നേരിടുന്ന ആന നിൽക്കുന്ന വാർത്തയും ഈ കഴിഞ്ഞ ദിവസം ഒരു വെട്ടിക്കുഴിയിൽ ഒരു ആന കാട്ടാന തകർത്ത വാർത്തയൊക്കെ നമ്മൾ നൽകിയതാണ്. നിരന്തരമായി ഇപ്പോൾ ഈ കാട്ടാന ശല്യത്തിന്റെ വാർത്തകൾ അതിരപ്പള്ളിയിൽ നിന്നും വരുന്നു എന്നുള്ളതാണ്. ഇത് വലിയ ആശങ്കയാണ് ജനങ്ങളെ സംബന്ധിച്ചോളം. ഇപ്പോൾ ഈ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കമൊക്കെ പൊട്ടിച്ച് തിരികെ കാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ പകൽ രാവിലെ പുലർച്ചെ 8 മണിക്കാണ് ആന എത്തിയത്. അപ്പോൾ ഈ പകൽ സമയത്ത് പോലും ഇപ്പോൾ ആനകൾ ഇറങ്ങുമ്പോൾ എന്ത് വിശ്വാസത്തിൽ പുറത്തേക്ക് ഇറങ്ങും എന്നൊരു ചോദ്യമാണ് അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ ചോദിക്കുന്നത്. അതിൽ വലിയ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചോളം ഉണ്ട്. മറ്റ് നാശനഷ്ടങ്ങൾ, അതായത് വീടിന്റെ ഗേറ്റ് തുറന്ന് മതിൽ തകർത്ത് പോയതല്ലാതെ മറ്റു നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നിഷാദ്, ശരി.